വളപട്ടണത്ത് വീട് കുത്തി തുറന്ന വൻ കമർച്ച 300 പവനും 1 കോടി രൂപയും കവർന്നതായി പരാതി. വളപട്ടണം സ്വദേശി KP അഷ്റഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. സജോ ദേവസ്യ, കണ്ണൂരിൽ. സജോ, ഗുഡ് മോർണിംഗ്. സജോ, ഈ 1 ലക്ഷം ഒരു ലക്ഷമാണോ 1 കോടിയാണോ? 1 കോടി രൂപയൊക്കെ വീട്ടിൽ വെക്കുകയും 300 പവൻ്റെ സ്വർണം വീട്ടിൽ വെക്കുകയും ഈ ബാങ്ക് ലോക്കറും അങ്ങനെയുള്ള പദ്ധതികളൊക്കെ കണ്ണൂരിലെ ആൾക്കാർക്ക് പരിചിതമല്ലേ? ഗുഡ് മോർണിംഗ്, പറഞ്ഞു. ഗുഡ് മോർണിംഗ്. കണ്ണൂരിലെ പ്രമുഖ വ്യാപാരിയാണ് അഷ്റഫ് ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ അരി വ്യാപാര സ്ഥാപനത്തിൻ്റെ ഉടമയാണ് KP അഷ്റഫ്. വളപട്ടണം മന്നയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഇത്രയും തുകയും സ്വർണവും വീട്ടിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ മോഷണം ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഞാൻ ഈ വീടിൻ്റെ മുന്നിലാണ്. ഇവിടെ പോലീസ് പ്രാഥമിക പരിശോധന മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഫിംഗർ പ്രിൻറ്റ് യൂണിറ്റ് അടക്കം എത്തി പരിശോധനയിലേക്ക് കടക്കേണ്ടതുണ്ട്. പരാതിയിൽ പറയുന്ന ഒരു കാര്യം, അവർ 19-ാം തീയതി മധുരയിലേക്ക് സുഹൃത്തിൻ്റെ വീട്ടിൽ കല്യാണത്തിന് പോയതാണ്. അതിനുശേഷം ഇന്നലെ രാത്രിയാണ് തിരികെ വരുന്നത്. ആ ഘട്ടത്തിലാണ് 300 പവൻ സ്വർണ്ണാഭരണങ്ങളും 1 കോടി രൂപയും കിടപ്പുമുറിയിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണവും നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കുന്നത്. ഇവിടെ CCTV ഉണ്ട്. CCTV ദൃശ്യങ്ങളിൽ 3 പേർ ഈ മതിൽ ചാടിക്കിടക്കുന്നതായി വ്യക്തതയുണ്ട്. ഒപ്പം വീട്ടിൽ ആളില്ല എന്ന് മനസ്സിലാക്കി കൂടിയാണ് അവരിങ്ങോട്ടേക്ക് ഈ മോഷ്ടാക്കൾ എത്തിയത്, കവർച്ചാ സംഘം എത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഇവരുടെ ബന്ധുക്കൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കല്യാണത്തിന് പോയതായിരുന്നു അല്ലേ? എന്താണ്? കല്യാണത്തിന് പോയതാണ്. കല്യാണത്തിന് ചൊവ്വാഴ്ച പോയതാണ് കുടുംബസമേതം. അവർക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു പാർട്ടീൻ്റെ കല്യാണത്തിന് പോയതാണ്. സാധാരണ അങ്ങനെ പോക്കുണ്ട്. എന്താ നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നാണ് അഷ്റഫ് പറഞ്ഞതിൽ നിന്ന്? അത് വ്യക്തമായിട്ട് അറിയില്ല. പിന്നെ പോലീസിന് കൊടുത്ത മുന്നേ മൊഴിയല്ലേ, അപ്പോൾ അത് നമ്മൾ 1 കോടി രൂപയും 300 പവനോളം സ്വർണ്ണാഭരണങ്ങളും അങ്ങനെ മനസ്സിലാക്കുന്നു. അതിന് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. ഈ 19 തൊട്ട് ഏത് ദിവസവും ആകാം, അവർ വന്നതിന് ശേഷമാണ് ഇത് കണ്ടത്. അതെ. ഇന്നലെ 9:30 മണിക്ക് എത്തിയപ്പോഴാണ് അവർ കാണുന്നത്. ഇവിടെ നമുക്ക് CCTV ഉള്ളതല്ലേ? അതിനകത്ത് CCTV എല്ലാം ആ ഭാഗത്ത് CCTV അങ്ങനെ തിരിച്ചു വെച്ചിന്. CCTV തിരിച്ചു വെച്ചു ഇവർ ചാടി. അവ്യക്തമായ കുറച്ച് മുഖമുണ്ടോ? ഒരു 3 പേരോ അത് പറയുന്നുണ്ട്. ആരാന്നറിയില്ല, വ്യക്തമായിട്ട് അറിയില്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഡോഗ് സ്ക്വാഡ് വരും, ഫിംഗർ പ്രിൻറ്റിൻ്റെ ആൾക്കാർ വരും എന്നെല്ലാം പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം ഈ അടുക്കള ഭാഗത്തെ ജനൽ ഗ്രില്ല് കട്ടർ ഉപയോഗിച്ച് മുറിച്ചതിന് ശേഷമാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിരിക്കുന്നത്. അതിനുശേഷമാണ് ഇത്ര വലിയൊരു തുകയാണ്, വലിയൊരു എമൗണ്ടാണ് നമുക്ക് പരാതിയിലുള്ളത്. അത് സംബന്ധിച്ച് പോലീസ് വ്യക്തത വരുത്തണം. പക്ഷേ പ്രാഥമികമായി പരാതിയിൽ പറയുന്നത് അങ്ങനെയാണ്. അതായത് 1 കോടി രൂപ, അതൊരു വലിയ തുകയാണ്. അദ്ദേഹം ഒരു വ്യാപാരി ആയതുകൊണ്ട് തന്നെ സാധാരണ അരി വ്യാപാരിയാണ്. അതായത് ബിരിയാണി അരിയും അങ്ങനെയുള്ള വിവിധ അരികളുടെ മൊത്ത വ്യാപാരിയാണ്. അങ്ങനെ വരുമ്പോൾ കളക്ഷൻ തുകയടക്കം അത്രയും തുകയൊക്കെ സാധാരണഗതിയിൽ വീട്ടിൽ സൂക്ഷിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നതാണ്. അപ്പോൾ അത് പരാതിയിൽ പറയുന്നത്. അത് ഈ ഘട്ടത്തിൽ അവിശ്വസിക്കേണ്ടതില്ല. പോലീസിൻ്റെ വിശദമായ പരിശോധനയിലേക്ക് പോകേണ്ടി വരും. ഈ CCTV ദൃശ്യങ്ങളെ കേന്ദ്രീകരിച്ച് പോലീസ് ഇപ്പോൾ വളപട്ടണം മന്ന ഭാഗങ്ങളിലും ചിറക്കിലുമൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. ഇവിടേക്ക് ഒറ്റപ്പെട്ട മറ്റു മോഷണങ്ങൾ നടന്നു എന്ന വിലയിരുത്തൽ എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ നേരത്തെ കണ്ണൂർ ACP അടക്കം സംഭവസ്ഥലത്ത് വന്ന് പ്രാഥമികമായ ഒരു പരിശോധന നടത്തിയിരുന്നു. ഇനിയിപ്പോൾ വീടിനകത്ത് തുറന്ന് പരിശോധിക്കുന്നതിന് അതിനു മുൻപ് ശാസ്ത്രീയ പരിശോധനകളിലേക്ക് പോകണം. അതിനുശേഷമായിരിക്കും വിശദമായ പരിശോധന ഉണ്ടാവുക. നഷ്ടപ്പെട്ടു എന്ന പരാതി ലഭ്യമാവുകയും ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പോലീസ് സംഘം ഇവിടെ എത്തുകയും പ്രാഥമികമായി പരാതിയും മൊഴിയും ഒക്കെ രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ഒരു ശാസ്ത്രീയ പരിശോധന, അതായത് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഇപ്പോൾ വീട് പൂർണ്ണമായും ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനം അനുവദിച്ചിട്ടില്ല. അതായത് ഫിംഗർ പ്രിൻറ്റും ഒപ്പം ശാസ്ത്രീയ പരിശോധനകളാണ് അതിൽ കാര്യമായി നടക്കേണ്ടത്. ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധനയിലേക്ക് പോകണം. അതുകൊണ്ട് മറ്റാളുകൾ, പോലീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പ്രാഥമിക പരിശോധന മാത്രം പൂർത്തിയാക്കി 10 മണിയോടുകൂടി വിരലടയാള വിദഗ്ധരെത്തുന്നു. അതിനുശേഷം പരിശോധനയിലേക്ക് പോകും എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ വരുമ്പോഴും ഏതായാലും അങ്ങേയറ്റം വലിയ ആസൂത്രിതമായ ഒരു കവർച്ച എന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം വീട്ടുകാർ ഇവിടെ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ പണവും സ്വർണ്ണവും ഉണ്ടാകും എന്ന വിവരം ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അത് സംബന്ധിച്ച് കൃത്യമായൊരു സ്റ്റഡി, ഒരു പഠനം ഈ കവർച്ചാ സംഘം, ഈ മോഷ്ടാക്കളുടെ സംഘം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ആസൂത്രിതമായാണ് കവർച്ച നടത്തിയിരിക്കുന്നതൊരു പ്രാഥമിക അനുമാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വിശദമായ പരിശോധനയിലേക്ക് കടക്കും എന്നാണ് ACP അറിയിക്കുന്നത്. ഞെട്ടിക്കുന്ന ഒരു കവർച്ച എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയണം. ഓക്കെ, താങ്ക് യു സജോ ദേവസ്യ.